ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മൈനർ കോഴ്സും ഒരു MDCയുമാണ് കുട്ടികൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. മൈനർ കോഴ്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി എന്നാണ്. അതുപോലെ തന്നെ MDCക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന പേപ്പറാണ്. ഈ രണ്ട് പേപ്പറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ മൈനർ കോഴ്സിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് പഠിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ് ടോപ്പിക്സ് വന്നിട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയാണ്. അതിൽ തന്നെ മീനിങ് ഡെഫിനിഷൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ആയിരിക്കും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ഫാക്ട്സ് എല്ലാം തന്നെ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള സയൻസ് സബ്ജക്ട്സുമായിട്ട് എങ്ങനെ കോറിലേറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുക. മൂന്നാമത് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലോബൽ ക്ലൈമറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററിയായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു എന്നായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുക. ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് ഹിസ്റ്റോറിയോഗ്രാഫി ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ സാധാരണ ഹിസ്റ്ററിയുടെ ഹിസ്റ്റോറിയോഗ്രാഫി ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ കുട്ടികൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടായിരിക്കും അത് കണക്കാക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കാരണം ടോപ്പിക്ക് വന്നിട്ട് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ എക്കോളജി റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ടെക്സ്റ്റുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ആ ടെക്സ്റ്റുകളുടെ ഓതേഴ്സ് ആരാണ്, ഇതൊക്കെ ആയിരിക്കും കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് UNOയും അതുപോലെ തന്നെ UNOയുടെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ UNO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണെന്ന് കുട്ടികൾക്കറിയാം. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് കൺസേൺസിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതായിരിക്കും അവിടെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ IPCC, ക്യോട്ടോ പ്രോട്ടോക്കോള്, ഗ്ലോബൽ വാർമിങ്, ഓസോൺ ഡിപ്ലീഷൻ ഇവയൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട സബ് ടോപ്പിക്സായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് മൈനർ കോഴ്സിൽ സാധാരണ ഇപ്പോൾ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇനി MDC എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള ഏരിയാസാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസമാണ്. അപ്പോൾ വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം, മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് അതായിരിക്കും ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുക. എലമെൻറ്റ്സ് ഓഫ് ടൂറിസം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ടൂറിസം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിസർവേഷൻ ഓഫ് ഹെറിറ്റേജ്, അതായത് ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും എങ്ങനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളായിരിക്കും കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ടൂറിസം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പിൽഗ്രിമേജ് ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പിൽഗ്രിമേജ് ടൂറിസം, മെഡിക്കൽ ടൂറിസം, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടൂറിസം ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സബ് ടൈറ്റിലാണ് ടൂറിസം പെർസ്പെക്റ്റീവ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ വന്നിട്ട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാലഞ്ചസ് ടു ടൂറിസം ഇൻ ഇന്ത്യയിൽ ടൂറിസം കൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് ടീച്ചേഴ്സ് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അതൊരു മെയിൻ ടോപ്പിക്കാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും മറ്റ് പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് മൈനർ കോഴ്സിലും MDCയിലും നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുകൂടാതെ ഈ സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് ഉള്ള സ്കോപ്പ് എന്തൊക്കെയാണെന്ന് അതുകൂടി ഒന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ പാരിസ്ഥിതിക ചരിത്ര പഠനത്തിൻ്റെയും ചരിത്ര
ടൂറിസം പഠനത്തിൻ്റെയും സാധ്യതകളും തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരിസ്ഥിതിക ഗവേഷണം അതൊരു നല്ല മേഖലയാണ്. അപ്പോൾ ആ മേഖലയിൽ ഗവേഷണ കേന്ദ്രങ്ങളിലെയും സർവകലാശാലകളിലെയും പാരിസ്ഥിതിക ഗവേഷണ പദ്ധതികളിൽ അംഗമാകാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അധ്യാപനം, കോളേജുകളിലാണെങ്കിലും സർവകലാശാലകളിലും പാരിസ്ഥിതിക ചരിത്രത്തിൽ അധ്യാപകരായിട്ട് മാറാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് ഇതുവഴി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾ, അപ്പോൾ ആ സംഘടനകളിലൊക്കെ ഗവേഷണ വിദഗ്ധനെ ആവശ്യമുണ്ടായിരിക്കും, ഉപദേഷ്ടാവിനെ ആവശ്യമുണ്ടായിരിക്കും, പ്രോഗ്രാം മാനേജർ എന്നീ നിലകളിലൊക്കെ ജോലി സാധ്യതയുണ്ടായിരിക്കും. പിന്നെ സുസ്ഥിര വികസനം, സർക്കാർ സ്വകാര്യ മേഖലകളിലാകട്ടെ NGOകളാകട്ടെ, അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളിൽ നയതന്ത്രജ്ഞനായിട്ടും കൺസൾട്ടൻ്റ്, അനലിസ്റ്റ് എന്നീ നിലകളിലൊക്കെ ജോലി ലഭിക്കാൻ ഈ കോഴ്സുകൾ കുട്ടികളെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ മാധ്യമങ്ങളിൽ എഡിറ്റർ, സംപ്രേഷണം എന്നിവയുടെ പ്രവർത്തനങ്ങളിൽ ആളുകളെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ മേഖലകളിൽ അറിവുള്ള കുട്ടികൾക്ക് അതൊരു നല്ലൊരു കരിയർ ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടൂറിസം പഠനം കഴിയുന്നവർക്ക് ടൂർ ഗൈഡായിട്ട്, ടൂറിസം മാനേജറായിട്ട്, മ്യൂസിയം ക്യൂറേറ്ററായിട്ട് ഒക്കെ തൊഴിൽ സാധ്യതകൾ ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടൂറിസം മാർക്കറ്റിംഗ്. ടൂറിസം രംഗത്തെ വിപണനയാണെങ്കിലും പ്രചാരണ മേഖലകളിലാണെങ്കിലും ജോലി സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഗവേഷണം, എഴുത്ത് അതിനകത്തൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനെയും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്താനാവുന്നതാണ് ഈ 2 കോഴ്സുകൾ എടുത്താൽ കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്. അപ്പോൾ താങ്ക് യു.